അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങുന്നുവെന്ന് പറയുമ്പോഴും നിലവിലെ സാഹചര്യത്തിൽ രോഗികളെ വല്ലാണ്ട് വലയ്ക്കുകയാണ് അടിമാലി താലൂക്ക് ആശുപത്രി. പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന എക്സ്റേ യൂണിറ്റ് പൊളിച്ചതോടെ രോഗികൾ സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ്. ജീവനക്കാരുടെ കുറവ് കഴിഞ്ഞ കുറെ കാലങ്ങളായി ആശുപത്രിയെ സംബന്ധിച്ച് വെല്ലുവിളിയാണ്. ദിവസവും നൂറുകണക്കിന് ആളുകൾ ചികിത്സ തേടുന്ന ആശുപത്രിയിലാണ് ഈ പരാധീനതകളൊക്കെയും. തോട്ടം മേഖലയിൽ നിന്നും ആദിവാസി ഇടങ്ങളിൽ നിന്നുമൊക്കെ ദിവസവും നൂറുകണക്കിന് ആളുകൾ എത്തുന്ന ആശുപത്രിയാണ് അടിമാലി താലൂക്ക് ആശുപത്രി. അടിസ്ഥാന സൗകര്യ വർധനവിന്റെ ഭാഗമായി പുതിയ കെട്ടിടങ്ങൾ ഉയരുന്നുണ്ട്. വൈകാതെ എല്ലാം ശരിയാകുമെന്നാണ് ബന്ധപ്പെട്ടവരുടെ വാദം. എന്നാൽ ആശുപത്രിയിലെ നിലവിലെ സ്ഥിതി രോഗികളെ വല്ലാണ്ട് വലയ്ക്കുന്നതാണ്. പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന എക്സ്റേ യൂണിറ്റ് പൊളിച്ചതോടെ സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണെന്ന് രോഗികൾ പറയുന്നു. അടിമാലി താലൂക്ക് ഹോസ്പിറ്റലിനെ പറ്റി ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. പുതിയ ആശുപത്രിയുടെ പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിലും പരിമിതമായ അസൗകര്യം മൂലം ഏകദേശം ദേവികുളം താലൂക്കിലെ 11 പഞ്ചായത്തിൽ നിന്നും എത്തുന്ന രോഗികൾക്ക് എക്സ്റേ എടുക്കുവാനോ സ്കാനിങ് നടത്തുവാനോ മറ്റ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. ആദിവാസി കുടികളായ 21 കുടികളിൽ നിന്നും സൂര്യനെല്ലി, മൂന്നാർ, കാന്തല്ലൂർ, മറയൂർ സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ എത്തപ്പെടുന്ന രോഗികൾ ചിലപ്പോൾ വണ്ടിക്കൂലിക്കും മറ്റ് ചെറിയ ഒറ്റച്ചെലവുമായ പൈസ കൊണ്ടാണ് ഇവിടെ എത്തുന്നത്. ഇവിടെ വരുന്ന ഈ സമയത്ത് ഇത് അടിസ്ഥാന സൗകര്യം ഇല്ലാത്തത് മൂലം, അടിസ്ഥാന സൗകര്യം ഇല്ലാത്തതിൻ്റെ പ്രത്യേക കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബ്ലോക്ക് പഞ്ചായത്തിന് യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത ഒരു നിലയിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സ്റേയുടെ പ്ലാൻ സെൻറ്റർ ഇല്ലാതായിട്ട് ഏതാണ്ട് 4 മാസം. അതിന് ഒരു ചെറിയ സൗകര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് പൊളിച്ചു മാറ്റുകയായിരുന്നെങ്കിൽ ഈ രോഗികൾക്ക് ഇത്രയും കഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരികയില്ലായിരുന്നു. ദിവസവും നൂറുകണക്കിന് ആളുകൾ ചികിത്സ തേടുന്ന ആശുപത്രിയിൽ ജീവനക്കാരുടെ കുറവ് ഇപ്പോഴും പ്രതിസന്ധിയായി തുടരുന്നു. തുറക്കുമെന്നറിയിച്ച ഡയാലിസിസ് യൂണിറ്റ് ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല. ക്രോസ് മാച്ചിംഗ് സംവിധാനം ഒരുങ്ങിയില്ല. സ്കാനിങ്ങിനും മതിയായ സൗകര്യമില്ല. കോവിഡ് കാലത്ത് പ്രഖ്യാപിച്ച പിന്നീട് യാഥാർത്ഥ്യമാക്കിയ ഓക്സിജൻ പ്ലാന്റിന്റെ പ്രവർത്തനവും ഇപ്പോൾ വേണ്ട വിധമില്ല. ഇങ്ങനെ പരാധീനതകൾ ഇപ്പോഴും പലതുണ്ട് ഈ താലൂക്ക് ആശുപത്രിയിൽ. സ്ഥലപരിമിതി മറികടക്കാൻ പുതിയ കെട്ടിടങ്ങൾ ഒരുങ്ങുന്നുണ്ട്. അതിനൊപ്പം രോഗികൾക്ക് ആശ്വാസകരമാകേണ്ടുന്ന ഇക്കാര്യങ്ങളിൽ കൂടി പ്രശ്നപരിഹാരം ഉണ്ടാകണമെന്നാണ് ആവശ്യം.